ശശി തരൂരുമായുള്ള കൂടിക്കാഴ്ചയിൽ എല്ലാ പരിഗണനയും ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകി രാഹുൽ ഗാന്ധി. കേരളത്തിൽ പാർട്ടി തീരുമാനങ്ങൾ എടുക്കുക തരൂരിനെ കൂടി കേട്ടതിന് ശേഷമായിരിക്കുമെന്നും രാഹുൽ ഉറപ്പ് നൽകിയെന്നാണ് വിവരം. കോൺഗ്രസിന് തരൂരിനെ ആവശ്യമെന്നും കേരളത്തിൽ തിരഞ്ഞെടുപ്പ് വിജയത്തിന് ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും രാഹുൽ ഗാന്ധി തരൂരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നോബൽ മാരിക്കാരനുണ്ട്. നോബൽ, തരൂരിന് ഉണ്ടായിരുന്ന, പ്രത്യേകിച്ച് മഹാപഞ്ചായത്തിന് ശേഷം നേതൃത്വമായിട്ടുണ്ടായിരുന്ന ഒരു അതൃപ്തിയും അകൽച്ചയും ഉണ്ടായിരുന്നു. അത് പൂർണ്ണമായിട്ടും രാഹുൽ ഗാന്ധി നേരിട്ട് ഇടപെട്ട് മാറ്റിയോ? എന്തൊക്കെ ഉറപ്പുകളാണ് തരൂരിന് കൊടുത്തതായി നമ്മൾ മനസ്സിലാക്കുന്നത്? നോബൽ, അരുൺ, ഹിമന്ത ബിശ്വ അടക്കം പല നേതാക്കളും കോൺഗ്രസ് വിട്ടപ്പോൾ പറഞ്ഞ പ്രധാന ആരോപണങ്ങളിൽ ഒന്ന് രാഹുൽ ഗാന്ധി അവരൊന്നും കേട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇന്നലെ തരൂരുമായി രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖർഗെയും നടത്തിയ സംഭാഷണത്തിൽ കൃത്യമായി തന്നെ തരൂരിന്റെ കേൾക്കുക മാത്രമല്ല, തരൂർ ഈ പാർട്ടിക്ക് ആവശ്യമാണ് എന്ന് ബോധ്യപ്പെടുത്താൻ കൂടി രാഹുൽ ഗാന്ധി കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തരൂരിന് ഈ പാർട്ടിക്ക് ആവശ്യമുണ്ട് എന്ന് രാഹുൽ കൃത്യമായി തന്നെ ഇന്നലെ തരൂരിനോട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിൽ ഇനി പാർട്ടി എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളിലും തരൂരിനെ കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും തീരുമാനം എടുക്കുക. പാർട്ടിയിൽ എല്ലാവിധ അംഗീകാരവും നൽകും, എല്ലാ പരിഗണനയും ഉണ്ടാകും എന്ന ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തരൂർ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കണം എന്ന ആവശ്യവും ഇന്നലെ രാഹുൽ ഗാന്ധി തരൂരിന് മുന്നിൽ വെച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് പൂർണ്ണമായും നേതൃത്വം തരൂരിനെ ഏറ്റെടുത്തുകൊണ്ട് തരൂരിനെ ഒപ്പം നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനം എടുത്തു എന്ന് ഈ വാക്കുകളിൽ തന്നെ വ്യക്തമാണ്. തരൂരും അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞു എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ CPM-ലേക്ക് പോകും എന്ന വാർത്ത അടക്കം ചില പാർട്ടി കേന്ദ്രങ്ങളിലാണോ വന്നത് എന്നടക്കമുള്ള സംശയങ്ങൾ തരൂർ പ്രകടിപ്പിച്ചു എന്ന് പറയുന്നു. തന്നെ ഇത്തരത്തിൽ ഒരു പ്രശ്നക്കാരായി ചിത്രീകരിക്കാൻ ചില നേതാക്കൾ കേരളത്തിലും ഒപ്പം ദേശീയ തലത്തിൽ ശ്രമിച്ചു എന്നടക്കമുള്ള അദ്ദേഹത്തിന്റെ പരാതികളും കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. പരാതികളും പരിഭവങ്ങളും എല്ലാം അതേ അർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് തരൂരിനെ ഒപ്പം നിർത്താനുള്ള തീരുമാനമാണ് ഇപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുത്തിരിക്കുന്നത്. ഇന്നലെ സംസാരിച്ചതിൽ ഏറ്റവും അധികം 2 മണിക്കൂറിനടുത്താണ് ഈ കൂടിക്കാഴ്ച നീണ്ടു നിന്നത്. സ്വാഭാവികമായി 2 മണിക്കൂറൊന്നും രാഹുൽ ഗാന്ധി സാധാരണ ഒരു നേതാവിന് സമയം കൊടുത്ത സാഹചര്യം അടുത്തൊന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടില്ല, കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടില്ല എന്നുകൂടി നമ്മൾ എടുത്തു പറയണം. എന്താണെങ്കിലും ഈ 2 മണിക്കൂറിൽ ഏറ്റവും അധികം നേരം സംസാരിച്ചതും രാഹുൽ ഗാന്ധിയാണ് എന്ന് പറയുന്നു. അതായത് തരൂരിനെ കൃത്യമായി കേട്ടുകൊണ്ട് പാർട്ടിക്ക് ഒപ്പം നിർത്തി തരൂരിനെ വരും ദിവസങ്ങളിൽ ഉപയോഗിക്കാനുള്ള നീക്കം തന്നെ കോൺഗ്രസ് എടുത്തിരിക്കുന്നു. അതിന്റെ ഭാഗമായി രാഹുൽ ഗാന്ധി നേരിട്ട് നടത്തിയ ചർച്ച അത് വിജയം കാണുക കൂടി ചെയ്തു എന്ന് വേണം നമുക്ക് തരൂർ ഇന്ന് നടത്തിയ ഓരോ പ്രസ്താവനയും അദ്ദേഹത്തിന്റെ വാക്കുകളും വ്യക്തമാക്കുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ സജീവമായി തരൂർ രംഗത്തുണ്ടാകും എന്നാണ് നേതാക്കളും അറിയിക്കുന്നത്. അരുൺ, താങ്ക് യു. നോബൽ മാരിക്കാരനാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.